സ്ത്രീകൾ മദ്യപിച്ചാൽ എന്താണ് കുഴപ്പം? തൃശ്ശൂരിൽ കഴിഞ്ഞ ദിവസം വൈറലാവുകയും വിവാദമാവുകയും ചെയ്ത യുവതികളുടെ വീഡിയോയെക്കുറിച്ച് കൊച്ചിയിലെ ജനങ്ങൾക്കും പറയാനുണ്ട്. ഞങ്ങളുടെ കൊച്ചി റിപ്പോർട്ടർ അനഘ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഷാപ്പിലിരുന്ന് കള്ളു കുടിക്കുന്ന വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത യുവതിയെ എക്സൈസ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു. കുണ്ടോളിക്കടവ് ഷാപ്പിൽ കള്ളു കുടിക്കുന്ന ദൃശ്യം പ്രചരിപ്പിച്ചുവെന്ന് ആരോപിച്ചാണ് കേസ്. സ്ത്രീകൾ മദ്യപിച്ചാൽ എന്താണ് പ്രശ്നം? ആരെയാണ് ഇത് ഇത്രത്തോളം അസ്വസ്ഥമാക്കുന്നത്? പ്രേക്ഷകർ പ്രതികരിക്കുന്നു. സ്ത്രീ സമത്വവും പുരുഷ സമത്വം ഒക്കെ പറയുന്നത് സ്ത്രീക്ക് മദ്യപിച്ചെന്താണ് കുഴപ്പം? പുരുഷന്മാർക്ക് മദ്യപിക്കാമെങ്കിൽ സ്ത്രീകൾക്ക് മദ്യപിക്കാം. എനിക്ക് താല്പര്യമില്ല. സ്ത്രീകൾ എന്ന് വെച്ചാൽ എന്താണ് അത് ആദ്യം മനസ്സിലാക്കണം. എന്താണ് ഒരു സ്ത്രീ? അത് ഓരോരുത്തരെ ഇഷ്ടമല്ലേ. എല്ലാവരും മദ്യപിക്കട്ടെ. സ്ത്രീകൾ മദ്യപിക്കുന്നതിൽ പ്രശ്നമില്ല. ഒരു പ്രശ്നമില്ല. സമൂഹത്തിന് എപ്പോഴും നമ്മൾ നല്ലൊരു സന്ദേശമാണ് കൊടുക്കേണ്ടത്. അവരും ഇന്ത്യ പൗരന്മാരല്ലേ, അവരും മദ്യപിക്കട്ടെ. സ്ത്രീകൾ മദ്യപിച്ചാൽ കുഴപ്പമൊന്നുമില്ല. ചേച്ചി, സ്ത്രീകൾ മദ്യപിക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നം ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട്. അത്യാവശ്യത്തിന് മദ്യപിക്കാൻ കുഴപ്പമൊന്നുമില്ല. സ്ത്രീകൾ മദ്യപിക്കുന്നില്ല കുഴപ്പം. സ്ത്രീകളെന്ന് വെച്ചാൽ എന്താണ്? അടക്കവും ഒതുക്കവും ഇതൊക്കെ വേണ്ടേ? സ്ത്രീകളല്ല കുടുംബത്തിന്റെ നാഥ. അവരും കൂടെ അങ്ങനെ ചെയ്യുവാണെങ്കിൽ പിന്നെ ആ കുടുംബം പോയില്ലേ. മദ്യപാനം ആരും മദ്യപിച്ചാലും പ്രശ്നം തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഈ റൂളിനെ കുറിച്ച് എനിക്കറിയാം. അങ്ങനത്തെ റൂളുണ്ടോ? പെണ്ണുങ്ങൾക്ക് ഷാപ്പിൽ വെച്ച് മദ്യപിക്കാൻ പറ്റില്ല എന്ന്. സ്ത്രീകൾ മദ്യപിക്കുന്ന പുരുഷന്മാർ മദ്യപിക്കുന്ന അവരവരുടെ ഇഷ്ടം. ഒരു മനുഷ്യൻ്റെ സ്വാതന്ത്ര്യമാണല്ലോ മദ്യപിക്കുന്നതിന്. സർക്കാർ ബിവറേജും കള്ള് ഷാപ്പും എല്ലാം ലൈസൻസോട് തുറന്നത് മദ്യപിക്കാനാണ്. പുരുഷൻ കുടിക്കാമെങ്കിൽ സ്ത്രീക്കും കുടിക്കാമല്ലോ. പബ്ലിക്കായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമായിട്ടാണ് അവിടെ നമ്മൾ ഗവൺമെൻറ് തന്നെ അംഗീകരിച്ച കാര്യമാണ്. അപ്പോൾ അതിനകത്ത് ഒരു സ്ത്രീ ചെയ്തു എന്നുള്ളതിന് അതിനെതിരെ ശിക്ഷാ നടപടികളൊക്കെ എനിക്ക് വലിയ താല്പര്യമുള്ള അഭിപ്രായമല്ല. അത് ആ എക്സൈസ് വകുപ്പും ഇവിടുത്തെ ജനങ്ങളിലെയും അവബോധമാണത്. മദ്യപിക്കണ്ട എന്നല്ല നമ്മൾ പറയുന്നത്. ചില പുരുഷന്മാർ മദ്യപിക്കുമ്പോൾ മദ്യപിച്ച് റോഡിൽ കിടക്കുന്ന പ്രവണത പാടില്ല. വ്യക്തിപരമായ താല്പര്യമാണ്. പക്ഷെ മദ്യപിക്കുന്നതിലും ഒരു പരിധിയുണ്ട്. സ്ത്രീകൾ മദ്യപിക്കുന്നത് തെറ്റില്ല, പക്ഷെ അത് ശരിയാണെന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നില്ല. ചേച്ചി മദ്യപിക്കാറില്ല? ഞാനില്ല. എന്നെ സംബന്ധിച്ച്, ഞാനെന്ന വ്യക്തിയെ സംബന്ധിച്ച് എനിക്കത് താല്പര്യമില്ലാത്ത കാര്യമാണ്. അത് ഡിപ്പെൻഡ്സ് ഓൺ ഇൻഡിവിജ്വൽ. കൂടുതൽ ആണുങ്ങളെ പോലെ കഴിഞ്ഞാൽ മതി. പുരുഷനേക്കാളും എന്താണ് സ്ത്രീക്കുള്ള വ്യത്യാസം അതാദ്യം മനസ്സിലാക്കണം. മദ്യപിക്കണമെന്ന് ഒരിക്കലും പറയുന്നില്ല. മദ്യപിക്കണം, പക്ഷെ അത് എങ്ങനെ, ഏത് രീതിയിൽ? കുടുംബത്തിന്റെ ഒരു അടിസ്ഥാന സ്ത്രീ ആയതുകൊണ്ട് സ്ത്രീയും പുരുഷന്റെ ഒപ്പം തുടങ്ങിക്കഴിഞ്ഞാൽ അതൊരു സമൂഹവും കുടുംബവും തകർന്നു പോകുന്ന ഒരു വശം കൂടി ഉണ്ട് അതിനകത്ത്. അവരും മദ്യപിക്കട്ടെ, പുരുഷന്മാർ മദ്യപിക്കുന്നുണ്ടല്ലോ. ഈ ചിട്ടയും അടക്കോ ഒതുക്കോ ഒക്കെ സ്ത്രീകൾക്ക് മാത്രം മതി? ഇല്ല, സ്ത്രീകൾക്ക് മാത്രം പറഞ്ഞിട്ടുള്ളത് ആണുങ്ങൾക്കും ഉണ്ട്. അപ്പൊ ചേച്ചിക്ക് വിയോജിപ്പില്ല? ഇല്ല, അത് ഓരോരുത്തരുടെ വ്യക്തി താല്പര്യങ്ങളല്ലേ. സ്ത്രീകൾ പലപ്പോഴും സമൂഹത്തിന് മാതൃകയാവേണ്ടവരാണ്. അങ്ങനെ ഒരു കാര്യം കാണിച്ച് റീൽസ് എടുത്തതിനോട് എനിക്ക് തീരെ താല്പര്യമില്ല. സ്ത്രീ എന്ന് വെച്ചാൽ അവർക്ക് വേണ്ടതൊക്കെ ചെയ്യാം, പക്ഷെ സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന ഒരു രീതിയിലാകരുതെന്ന് മാത്രം. പിന്നെ എന്തുകൊണ്ടായിരിക്കും ഈ കേസെടുക്കുന്ന രീതിയിലേക്ക്? അതൊക്കെ അനാവശ്യമായ ഒരു കാര്യമാണ്. അവർ തന്നെ ഈ സ്ത്രീ സമത്വം എല്ലാം പറയുന്നത് അവർ തന്നെ, കേസെടുക്കുന്നത് അവർ തന്നെ. സ്ത്രീകൾ മദ്യപിച്ചാലും പുരുഷന്മാർ മദ്യപിച്ചാലും അത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യമാണ്. എന്നാൽ സ്ത്രീ എന്നതാവുമ്പോഴാണ് ഇത് ഇത്രമാത്രം വിവാദമാക്കുന്നതും ചർച്ചയാക്കപ്പെടുന്നതും. ക്യാമറ പേഴ്സൺ അക്ഷയ്ക്കൊപ്പം അനഘ, കേരള വിഷൻ ന്യൂസ്.